ഇത്രയും നാളും ചിരിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ലിപ്സ് മാത്രം ഇങ്ങനെ അകത്ത്, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ചിരി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഫ്രം മൈ ഹാർട്ട് ചിരിക്കുന്നുണ്ട്. പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പാഷനും നമ്മുടെ താല്പര്യങ്ങളും സ്ഥിരമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നൊരു വലിയ പാഠം പഠിച്ച ഒരു പാഠശാലയാണ് ഹഗ് ഇന്റർനാഷണൽ. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റി എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ബിഹേവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇത് വേറെ ഒരു കോഴ്സിലും വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഫാമിലിയാണ്, ഈ കുടുംബം നിലനിൽക്കണം. എന്റെ കോൺഫിഡൻസ് മാറി, പെട്ടെന്ന് തന്നെയാണെങ്കിൽ എന്തും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് മനസ്സിൽ വന്നിട്ടുണ്ട്. എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹഗ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഏത് വഴിയിലൂടെയാണ് ഞങ്ങളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്നത് ഹഗ് ഇന്റർനാഷണലിന്റെ ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ 6 ഗ്രൂപ്പുകളും കാണിച്ചു തരാൻ പോവുകയാണ്, അല്ലെങ്കിൽ പറയാൻ പോവുകയാണ് അവർക്ക് വന്ന ആദ്യം എനിക്ക് തന്ന മാറ്റമാണ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് പബ്ലിക്കിലേക്ക് ഇറങ്ങിയ മാറ്റം. വൈ ദിസ് ഇസ് ഹാപ്പൻ, ഹൗ ദിസ് ഇസ് ഹാപ്പൻ, ഒറ്റ കാര്യമുള്ളൂ. 21 ഡേയ്സിന്റെ പ്രാക്ടീസിൽ മാത്രമല്ല, നമ്മൾ ഉള്ളിങ്ങനെ തുറന്നു. ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 98 നമ്മൾ ലൂഡോ ബോർഡ് കളിക്കുമ്പോൾ 98 ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്ന ആളായിരുന്നു. ഒരു 2 വീഴുന്നില്ലായിരുന്നു, 1 വീണാ പാമ്പ് കടിക്കും. ഇവിടെ എത്തി നമ്മുടെ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഹഗ് ഇന്റർനാഷണലിന്റെ CEO ആയ, അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നു, ഹഗ് ഇന്റർനാഷണലിന്റെ അല്ല കേരളത്തിന്റെ തന്നെ ബെസ്റ്റ് നമ്പർ 1 ട്രെയിനറായ നമ്മുടെ പ്രിയപ്പെട്ട അനിൽ സാറിനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും എൻ്റെ ഈ മാറ്റത്തിന്റെ വാതിൽ തുറക്കാൻ താക്കോൽ എൻ്റെ കയ്യിൽ തന്ന, കൂടെ അതെങ്ങനെ തുറക്കണമെന്ന് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മുനീർ സാറിനെയും രണ്ടുപേരെയും ഞാൻ ഒന്നിച്ച് ഹാർദ്രവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹിപ്നോ സെൽഫിന്റെ 3ാമത്തെ ബാച്ചിന്റെ നമ്മുടെ ഹിപ്നോ സെൽഫിന്റെ സെറിമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, ഈ ഗ്രൂപ്പിലുള്ള ബ്ലൂം, മിറാക്കിൾ, സ്കൈ, വാരിയേഴ്സ്, ഹാർമണി ആൻഡ് മൈ ലവബിൾ അച്ചീവേഴ്സ് എന്ന ഈ 6 ഗ്രൂപ്പുകളും ഹാർദ്രവമായി സാറിനെ സ്വാഗതം ചെയ്യുന്ന രണ്ടുപേരെയും, ഹഗ് ഇന്റർനാഷണലിലെ മുഴുവൻ മെമ്പേഴ്സിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിവിടെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യടികളുടെയും അതേപോലെ തന്നെ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളോടെയും ഇത് ഹാർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. സർ, ബോത്ത് ഓഫ് യു ആർ warm welcome on this platform. Thank you so much. Thank you sir. Thank you. ഇനി നമ്മൾക്ക് ചീഫ് ഗസ്റ്റ് ഉണ്ട്, ആരും മറന്നുപോയത്. ചീഫ് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്ന ഞാൻ മാത്രമല്ല, ഞങ്ങൾ 6 ഗ്രൂപ്പും കൂടെയാണ് ഹാർദ്രവമായി സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് പ്രിയപ്പെട്ട ജോബിസ് കറിയ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ് ജോയിൻ വിത്ത് us. ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ സെറിമണിക്ക് എല്ലാവിധ അനുവാദങ്ങളും ആഗ്രഹങ്ങളും മുന്നോട്ടുള്ള യാത്രകളും ഭംഗിയാക്കാനും ഓരോരുത്തരുടെയും ബ്രേക്ക് പോയിന്റ് എന്താണോ അതിവിടെ തുറന്നു കാണിക്കാനും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ കാണിക്കും. ഹഗ് ഇന്റർനാഷണലിന്റെ ഈ യാത്ര വളരെ മനോഹരമാവട്ടെ, വാനോളം ഉയരട്ടെ. ഒരുപാട് ആൾക്കാർ ഹഗിന്റെ മിഷൻ പോലെ ഹോപ്പും യുണീക്നെസ്സും ഗ്രോത്തും പുറത്ത് കാണിച്ച് അവർ രക്ഷപ്പെടട്ടെ, കൂടെ ഹഗ്ഗും വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹഗ്ഗിന്റെ ടീമിനെയും പ്രിയപ്പെട്ട മുനീർ സാറിനെയും അതേപോലെ തന്നെ അനീർ സാറിനെയും ഹാർദ്രവമായി ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 3 എന്ന്. നമുക്ക് അവർക്ക് ഒത്തുചേരാനുള്ള ബുദ്ധിമുട്ടുകൾ, അവരെ ചേർന്ന് ഒരേ സമയത്ത് വന്ന് അവർക്ക് ആ സമയം പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വളരെ എക്സലന്റ് ആയി ഈ യാത്ര ഒരു പരിധിവരെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും യോജിച്ച പേരാണ് ആ ഗ്രൂപ്പിന് ലഭിച്ചത്, അവർ തെരഞ്ഞെടുത്തത് എന്ന് മാത്രമല്ല, മിറാക്കിൾ എന്ന് പറയുന്ന ആ വലിയ സംഭവം, ആ വലിയ മാജിക് സംഭവിച്ച ഗ്രൂപ്പ് കൂടിയാണ് ഗ്രൂപ്പ് 3. അപ്പൊ ഗ്രൂപ്പ് 3യിൽ നിന്ന് നമുക്ക് 2 പേരെ തീർച്ചയായും ഇത് സംസാരിക്കാനായിട്ട്, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. റെജി സാറ് ശരിക്കും മിറാക്കിൾ എന്ന വാക്കിന് ഒരു പക്ഷേ റെജി സാർ അർഹനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം തൻ്റെ ഗ്രൂപ്പിനെ ഇത്രയേറെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ
ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മണിക്ക് രാത്രി 1 മണിക്ക് പോലും അലാം വെച്ച് എണീറ്റിരുന്ന് ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ കാണിച്ച ഒരു വലിയ ആ ഒരു മനസ്സുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹമാണ് തീർച്ചയായും ഗ്രൂപ്പിന്റെ നട്ടല്ലായി നിന്നത് എന്നതാണ് ആ ഗ്രൂപ്പിൽ വന്ന വലിയ മിറാക്കിളിന്റെ ഒരു കാര്യം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പ്ലീസ് വെൽക്കം. താങ്ക് യു സാർ. ഹിപ്നോ മിറാക്കിൾ. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് പോലെ തന്നെ ഞങ്ങൾ 21 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഞങ്ങൾ മുട്ടിട്ട് തുടങ്ങി. ഇനി എല്ലാ ആഴ്ചയിലും ഒത്തുകൂടി അത് വിരിയിച്ചെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച കാര്യം. എന്ന നിലയിൽ അന്തർദേശീയമായ ഒരു ഗ്രൂപ്പിനെ എനിക്കൊരു പ്രാദേശിക ഗ്രൂപ്പ് പോലെ നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോഴ്സിലൂടെ എനിക്ക് എന്നെ അറിയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയൊരു നേട്ടം. എൻ്റെ മെന്ററായ ബിജു സാറും അതുപോലെ തന്നെ ജീബ മാമും എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നു. അതോടൊപ്പം തന്നെ പർപ്പസ് ഓഫ് ലൈഫ് ആണ് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പാഷനും നമ്മുടെ താല്പര്യങ്ങളും സ്ഥിരമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നൊരു വലിയ പാഠം പഠിച്ചൊരു പാഠശാലയാണ് എന്നെ സംബന്ധിച്ച് ഹഗ് ഇന്റർനാഷണൽ. എന്നെക്കാൾ വലിയ മാറ്റങ്ങളാണ് എൻ്റെ സഹപാഠികൾ വന്നിട്ടുള്ളത്. ആ മാറ്റങ്ങൾ അവരിൽ ഓരോരുത്തർ പങ്കിടും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ബീനാജിയുടെ മാറ്റം പങ്കിടും. ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് ബീനാജിയിൽ നിന്ന്. ബീനാജിയിൽ ഈ ഗ്രൂപ്പിൽ ആദ്യം കാണുമ്പോൾ കണ്ട ബീനാജി അല്ല, 21 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാർത്തെടുത്ത ബീനാജിന് ഹഗ് ഇന്റർനാഷണലോട് വലിയ കടപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ബീനാജിയുടെ ഒരു വളർച്ചയും മാറ്റങ്ങളും ഒക്കെ ബീനാജി തന്നെ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത സഹപാഠിയിലേക്ക് കിടക്കാം. മറ്റൊരു സഹപാഠി എന്ന് പറയുന്നത് സുനീത് വി ഭരതാണ്. അബുദാബിയിൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ മിഷൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. തുടക്കത്തിൽ വളരെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയുമായിട്ടിരുന്ന ചുണ്ടുകളിൽ നിന്ന് അവസാനമായപ്പോഴേക്ക് മുത്തുപോലെ പൊഴിയാൻ തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത്. സ്വന്തം പ്രശ്നങ്ങളെ കാലത്ത് പുറത്തന്വേഷിച്ചാൽ കിട്ടുന്നതല്ല എന്ന കാര്യം ആദ്യമായി അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. മാത്രമല്ല ഇമോഷണലായിരുന്നു കൺട്രോളിനും ടൈം മാനേജ്മെന്റും 21 ദിവസം കൊണ്ട് ഈ കോഴ്സിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തിലാണ് സുനീത് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഞങ്ങളുടെ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഹരീഷ് ഗോപിനാഥാണ്. യൂറോപ്പിലെ മാൾട്ടയിലുള്ള കാലിബ്രേഷൻ ലാബിൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. അതിൽ പ്രൊഡക്റ്റീവായ വളരെ ആക്റ്റീവായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിന്റെ മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ആയിരുന്നു. ടൈം മാനേജ്മെന്റും വലിയ പ്രശ്നമായിരുന്നു. കൃത്യമായിട്ട് എല്ലാ സമയവും ഗോൾ സെറ്റ് ചെയ്യും, എന്നാൽ ഒരു ഗോളും നാളിതുവരെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശ്നം. എല്ലാം ഒരു പരിഹാരം കാണാനുള്ള ടൂള് നമ്മുടെ ഹഗ് ഇന്റർനാഷണൽ ഒരുക്കി തന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കണ്ടൊരു മാറ്റം എന്നുള്ളത്. ഹഗ് ഇന്റർനാഷണലിന്റെ ഈ ടൂളുകളിലൂടെ ഹരീഷിന് വളരെയധികം മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരാളെന്ന് പറയുന്നത് മാമാണ്. ലതാ മാമിനെ സംബന്ധിച്ച് അനന്തപത്മനാഭന്റെ നാട്ടിൽ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു. ഇടം പറ്റി കിടപ്പിലായിരുന്നു. പക്ഷെ അനീഷ് സാറിന്റെ നിർദ്ദേശം കേട്ടാണ് ഈ കോഴ്സിലേക്ക് തുടങ്ങിയത്. വന്നതിന് ശേഷം സെൽഫ് ഹിപ്നോട്ടിസം വഴി ലതാജിയുടെ വേദന കുറയ്ക്കാൻ കഴിഞ്ഞു. അതുപോലെ ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കൊക്കെ മാറ്റമുണ്ടായി. അതുപോലെ ലിമിറ്റിംഗ് ബിലീഫിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ്. പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്താൻ കഴിഞ്ഞു. ഒരാളെന്ന് പറയുന്നത് മെറിനാണ്. ദുബൈയിൽ ഒരു റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ആറന്മുള വള്ളംകളിയുടെ നാട്ടിൽ നിന്ന് ദുബൈയിലെത്തുമ്പോഴും കൂട്ടിനായിട്ട് കുറെ നെഗറ്റീവ് ചിന്തകളും ചില കാര്യങ്ങൾ മാറ്റിവെക്കൽ ശീലവും ഗൃഹാതുരത്വം കൊണ്ടുള്ള സന്തോഷമില്ലായ്മയും എല്ലാമായി കഴിയുമ്പോഴാണ് ഇന്റർനാഷണൽ ഹിപ്നോളജി വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ബീനാമയോടൊപ്പം തന്നെ ചേർന്ന് ഗായികയായി പാടാൻ തുടങ്ങി. വലിയൊരു ആത്മവിശ്വാസം നേടിയതാണ് വന്ന മാറ്റം. ഒപ്പം തന്നെ ശ്രീകല മാം തിരുവനന്തപുരത്ത് ജനിച്ചു. അമേരിക്ക സ്ഥിരമായി ഡോക്ടറായി. ആദ്യം കാണുമ്പോൾ കരുതിയത് ഡോക്ടർ ഒരു വലിയൊരു ഗെറ്റപ്പിലൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് നാട്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാരിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ മാമിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറാണെങ്കിൽ പോലും വളരെയധികം ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസുകളെല്ലാം ഓവർകം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല 21 ദിവസമായപ്പോൾ ആദ്യം ഞാൻ കാണുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തുണ്ടായിരുന്ന ഒരു സ്ട്രെസ്സും ഫീലിംഗും ഒക്കെ മാറി വളരെ പ്ലസന്റ് ആയിട്ട് ഞങ്ങളോടൊപ്പം ഇടപെടാൻ തുടങ്ങി. ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന സുനീത് ആദ്യമേ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോക്ടറോട് പോലും സംസാരിക്കുന്നത്. അച്ഛൻ മേടിക്കാൻ ഡോക്ടറെ അടുത്ത് പോകും, മരുന്ന് മേടിച്ച് തിരിച്ചു പോരും എന്നല്ലാതെ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ മാഡമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന വലിയ സന്തോഷം തന്നെ സുനീത് പങ്കിട്ടു. എല്ലാം കൊണ്ടും ഗ്രൂപ്പ് വളരെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഗൈഡൻസ് തന്ന 2 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ മെന്റർമാരായിരുന്ന ജീവ മാമും ഉണ്ട്, അതോടൊപ്പം തന്നെ ബിജു സാറും ഉണ്ട്. എല്ലാ ആഴ്ചയിലും കൂടുമ്പോൾ ഞങ്ങളുടെ പോരായ്മകൾ പറയാറുണ്ട്. അർത്ഥത്തിൽ ഞങ്ങൾ പലരും ഈ പറഞ്ഞതൊക്കെ മുട്ടിട്ട് വന്നതേ ഉള്ളൂ. ഇനി വിടരാൻ തുടങ്ങുന്നത് മുതലാണ്. ഞങ്ങൾ ഈ സെറമണി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ തുടർന്ന്
കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ സഹായവും ഉണ്ടാകും. എന്തായാലും നല്ലപോലെ വിടർന്ന് നല്ലൊരു ഉദ്യാനമായി മാറും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കിയത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം ബിജു സാറാണോ മുനീർ സാർ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാടായി മാറില്ല എന്നുള്ളതാണ്. അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഓരോ കാടുകളും കാടായി തോന്നും. പക്ഷെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഓരോ കാടും ഓരോ മരമാണെന്നും ഓരോ മരത്തിനും ആ മരത്തിൻ്റെതായ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് എനിക്ക് അടുത്തറിയാൻ കഴിയും. ഞങ്ങൾ വീണ്ടും ആ ഒരു ഉദ്യാനമായി അല്ലെങ്കിൽ ഒരു കാടായി ഒന്നു ചേർന്നപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം എല്ലാം പങ്കുവെച്ച് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, ഞങ്ങൾക്ക് വെള്ളവും വളവും നൽകാനായിട്ട് ഞങ്ങൾ 2 മെന്റർമാർക്ക് കഴിഞ്ഞു. അതിലുപരി ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത നൽകി പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് എനിക്ക് ഈ കോഴ്സ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ മികച്ച നേട്ടം എന്ന് പറയുന്നത്. ഒരുപാട് കോഴ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ആ കോഴ്സുകളിൽ നിന്നൊന്നും എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് എന്ന് അറിയണം അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഒരു കോഴ്സിലൂടെ മാത്രം, അതാണ് ഈ കോഴ്സിലെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞു, എന്നെ ഒരു വലിയ പാഠശാലയാക്കി മാറ്റിയത് ഈ കോഴ്സാണ്. ഞാൻ പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ സൈക്കോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പർപ്പസ് ഓഫ് ലൈഫ് തിരിച്ചറിഞ്ഞെടുത്ത് നിന്നാണ് എനിക്ക് വളർച്ചയുണ്ടായത്. തന്നെയാണ് എൻ്റെ സഹപാഠികളിലും പർപ്പസ് ഓഫ് ലൈഫ് അവർ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കൊക്കെ പാഷനും താല്പര്യമുള്ള മേഖലയൊക്കെ ഉണ്ടായിരുന്നു. പാഷനും താല്പര്യമൊക്കെ ശരിയായി നിലനിൽക്കണമെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് തിരിച്ചറിയണം എന്നുള്ളൊരു വലിയ പാഠം പറഞ്ഞു തന്നതാണ് മുനീർ സാറും അതുപോലെ തന്നെ അനീഷ് സാറും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് ഞാൻ അവരെ കണ്ടുകൊണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് മിനിറ്റിനകം ചുരുക്കണം എന്ന് പ്രത്യേകം എനിക്ക് ജീവാ മാമിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ടൈം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ടൈം മാനേജ്മെന്റ് പഠിച്ച സ്ഥിതിക്ക് ഞാനും അത് കീപ്പ് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ശരിക്കും പറയാനുള്ളത്, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുന്നു. ഇപ്പോ എൻ്റെ ചിരി ഉള്ളിൽ നിന്നുള്ള ചിരിയാണ്. ഇത്രയും നാളും ചിരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ലിപ്സ് മാത്രം ഇങ്ങനെ അകത്ത്, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ചിരി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഫ്രം മൈ ഹാർട്ട് ചിരിക്കുന്നുണ്ട്. സംസാരിക്കുന്നതും എൻ്റെ ഉള്ളിൽ നിന്നാണ്. എനിക്ക് തീരാത്ത അത്രയും കടപ്പാടുണ്ട് ഹഗ്ഗിനോട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുമാറ്റത്തില്, ക്യാരക്ടറില്, എൻ്റെ സംസാരത്തില് എല്ലാം ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി ആണെന്ന് എന്നോട് ഇപ്പൊ സംസാരിക്കുന്ന പലരും പറയുന്നുണ്ട്. അവർ ചോദിക്കാറുണ്ട്, എന്താ ഇപ്പൊ ഇത്രയും മാറ്റം വന്നേന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ അവര് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോഴാണ് അവർ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ ചേർന്ന കാര്യവും ഒക്കെ അറിയുന്നത്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ള പെരുമാറ്റം എല്ലാം ഒരു കാട്ടിക്കൂട്ടലായിരുന്നു. എന്ന് വെച്ചാൽ ചേട്ടൻ വിഷമിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ ചേട്ടനോട് നല്ലതായിട്ട് പെരുമാറും. മോളെയും അങ്ങനെയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രം മൈ ഹാർട്ട് ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. അതിന് ആദ്യമേ തന്നെ മുനീർ സാറിനോടും അതുപോലെ അനീഷ് സാറിനോടും ഞാൻ വലിയൊരു താങ്ക്സ് എൻ്റെ ഹാർട്ടിൽ നിന്ന് പറയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ ഒരുപാട് നാളുകളായിട്ട് കാണാതിരുന്ന ആൾക്കാരാണ്. ഒരു 10 years ആയിട്ട് എൻ്റെ ലൈഫിലൊരു ട്രാജഡി ഉണ്ടായതിന് ശേഷം എന്നെ ആരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരോട് ഞാൻ ഒട്ടും സംസാരിക്കാൻ പോവാറില്ല, ഫോൺ ചെയ്താൽ എടുക്കാറില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സങ്കടം വരുമായിരുന്നു. ഞാൻ വാട്സപ്പിൽ കണക്ട് ചെയ്തു, എന്നോട് സംസാരിച്ചു. അവരെല്ലാവരും ഒരുപാട് എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഈ ഹഗ്ഗിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ താങ്ക് യു. എനിക്ക് എത്ര നേരം സംസാരിച്ചാലും എനിക്ക് തീരില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ചു നേരം സംസാരിക്കാവുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്കുള്ളതൊക്കെ പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നപ്പം ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലും അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് എനിക്ക് ശരിക്കും ആരും ഇല്ലായിരുന്നു. ഞാൻ ഖത്തറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും എന്നോട് അറ്റാച്ച്ഡ് ആയിട്ട് എന്നെ മനസ്സിലാക്കുന്ന, അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ ആരോട് ശ്രമിക്കാറും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഞങ്ങളുടെ കൂടെയുള്ള 8 പേരും എനിക്ക് ശരിക്കും എൻ്റെ ശരിക്കും റിലേറ്റീവ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് പറയാൻ എനിക്കൊരു ഷെയിമോ അല്ലെങ്കിൽ ഒരു അയ്യോ അവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്ത് സംഭവം ഉണ്ടെങ്കിലും എനിക്ക് അതിനകത്ത്
ഇതിനകത്ത് എന്തൊരു ഒരു മൂഡൗട്ട് വന്നാലും മുനീർ സാറിന്റെ ഇന്ന തെറാപ്പി ഉപയോഗിച്ച് നോക്കാം, അപ്പോൾ അത് ശരിയാവും. അങ്ങനെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായി. എൻ്റെ ലൈഫിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായി ഹഗ്ഗിൽ വന്നതോടുകൂടി. പിന്നെ എൻ്റെ ബഡ്ഡി മെറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മോളെ പോലെയാ. അവൾക്ക് 30 years ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി എൻ്റെ ലൈഫ് ലോങ് മെറിൻ എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ഈ 8 പേരും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. ഞാൻ പാട്ട് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ സമയമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ കേട്ട ചിരിയുടെ എല്ലാവരുടെ സമൂഹത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജലത്തിന്റെ അവസ്ഥയാണ്. ഐസായിട്ട്, വെള്ളമായിട്ട്, ആവിയായിട്ട്. ശരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഐസായിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഐസിന് പ്രത്യേക ഷേപ്പ് ഒന്നും. അതിന് ചിലപ്പം ഷാർപ്പായ മൂലകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്മൂത്തായ മൂലകൾ ഉണ്ടാവാം. ഈ ഷാർപ്പായ മൂലകൾക്ക് നല്ല മൂർച്ചയാണ്, അല്ലേ? നമ്മുടെ ഈ കോഴ്സിൽ വരുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്ന ഏതാണ്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ കൂർത്ത മുനയുള്ള ചില ലിമിറ്റിംഗ് ബിലീഫ്സും കുറെ നെഗറ്റീവ് ബാഗേജും ഒക്കെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. അത് എപ്പോഴൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം അതെല്ലാം ഹാർട്ടിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഇത് ഹെർട്ട് ചെയ്യും. അത് നമ്മൾ കൊണ്ടു നടക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ കണ്ടത് അതിനെ 2 സാറന്മാർ കൂടിയിട്ട് അതിനെ മെൽറ്റ് ചെയ്തു. ഒന്ന് മെൽറ്റ് ചെയ്ത് ദ്രാവക രൂപത്തിലാക്കി. ദ്രാവക രൂപമായപ്പോൾ നമുക്കൊരു ഷേപ്പായി, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടായി. അതിന് മൂവ് ചെയ്യാനുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ടായി. അതത്ര ഹാംഫുൾ അല്ല. മൂന്നാമത് വരുന്നത് അതിന്റെ ഈ സാധനം ഒരു പ്രത്യേകതയുണ്ട്. ഇത് വീണ്ടും ഐസ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ അല്ലെങ്കിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് ഐസ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെ നീരാവിയാക്കി മാറ്റി എന്നുള്ളതാണ്. ബഡി കോളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ IB മാമിന്റെ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ മെന്റേഴ്സിന്റെ ഒക്കെ കഴിവ് കൊണ്ട് ഈ ഒരു ഐസിനെ വെള്ളമാക്കി, വെള്ളത്തെ നീരാവിയാക്കി മാറ്റിയ ഒരു പ്രോസസ്സ്. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ സന്തോഷത്തിന് ലൈറ്റ് വെയിറ്റ് ആണ്, മനസ്സ് തുറന്നുള്ള ചിരിയാണ്. ഇപ്പൊ വിനാമത്തൊട്ടും പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം, ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ കണ്ട ആളുകളുടെ ആ മനസ്സിലെ സന്തോഷം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ശരിക്കും ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നതും ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ NLPയിൽ 5 വർഷമായിട്ട് ഇതേപോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മെന്ററാണ്. നമ്മുടെ ഡോക്ടർ മഞ്ജുമാൾ കൂടെ അറിയാം. 5 വർഷത്തോളമായി ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിലെ മെന്ററാണ്. ട്രെയിനിങ് നമ്മുടെ ജോർജ് സാറിന്റെ കൂടെയൊക്കെ ഞങ്ങൾ ട്രെയിനിങ് വേറെ ഓൺലൈൻ എടുക്കുന്നു, ഓഫ്ലൈനും ഓൺലൈനൊക്കെ ട്രെയിനിങ് എടുക്കുന്നു. ഞാനിവിടെ വരാൻ കാരണം എനിക്കറിയാം, ഇപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇപ്പൊ ടൈം ഡിഫറൻസ് ഉണ്ട്. ഓഫീസിൽ വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നതിന് എൻ്റെ ലക്ഷ്യം എന്ന ഒരു സന്തോഷം. രാവിലെ വൈകുന്നവരെ ഇരുന്ന് പണിയെടുത്ത് മനസ്സിൽ പല പ്രശ്നങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാവാം. അതൊക്കെ മാറിയിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ആൾക്കാരെയൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് അവരിൽ ഒരു ലൈഫ് ചേഞ്ച് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ശരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ ചെന്ന് ചെയ്യുക. സന്തോഷം നമുക്ക് വേറെ സ്ഥലത്ത് കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ഇവിടെ ചെന്നിരിക്കുന്ന ഓരോരുത്തരെയും കാണുന്ന ചേഞ്ചസിന് ഒരു ഭാഗമായി മാറാൻ സാധിച്ചു. അല്ലെങ്കിൽ അവരുടെ ആ ഐസിനെ ഉരുക്കി വെള്ളമാക്കി, വെള്ളത്തെ നീരാവിയാക്കി, കാലിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ള സന്തോഷം, അതാണ് എനിക്ക് ഇപ്പോൾ നിൽക്കുക. ആരെയും പ്രതീക്ഷിച്ച് പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരിലും തീർച്ചയായിട്ടും ആ സന്തോഷം കാണാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനി ടൈം ആർക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ ഒരുപക്ഷെ 1-2 പേരെ ഞാൻ ഔട്ട് ഓഫ് ഗ്രൂപ്പിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു, നമുക്കറിയാൻ പറ്റും അവർക്ക് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു നമ്പർ എടുത്തിട്ട് അവരെ പേഴ്സണലി വിളിക്കും, സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. കാരണം അതിൽ കിട്ടുന്നത് വേറൊന്നുമല്ല, ഒരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു കോഴ്സിന്റെ വിജയത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും സന്തോഷം. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കുക, ആ ചിരിയുടെ വ്യത്യാസം അറിയാൻ പറ്റും. പരിസ്ഥിതി നോക്കാം, പറയാൻ ശരിക്കും ഒരിക്കലും കൂടെ. അയാൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ഇവിടെ എത്തി ഇങ്ങനെ സംസാരിക്കാൻ ഒരു ഹെൽത്തും എല്ലാം തന്നെ പടച്ചവന് നന്ദി. ഞാൻ റുക്കിയ, മൈസൂരാണ് താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മീൻസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വളരെ മാജിക്കൽ തിങ്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. ലാസ്റ്റ് 21 ഡേയ്സിൽ ഉണ്ടായതും ഈവൻ എൻ്റെ ലൈഫിൽ ഉണ്ടായതും. കുറെ നാളായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്, മീൻസ് കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ലിറിക്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്.
അത് ഈവൻ നമ്മുടെ ഹഗ്ഗിന്റെ ഈ 21 ഡേയ്സ് മാസ്റ്ററിയിൽ എത്തിയതിന് ശേഷം നടന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതെങ്ങനെ നിങ്ങളടുത്ത് പറയണം എന്ന് എനിക്കറിയില്ല. നമ്മൾ പറയില്ലേ കിക്ക് അടിച്ചു എന്ന് പറയില്ലേ, ആ കിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന കിക്ക് ശരിക്കും അടിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ മാനിഫെസ്റ്റേഷനും എന്താ പറയാ, ഈ ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഹീലിംഗ് പ്രോസസ്സും അതെല്ലാം ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു ഇത് കുറച്ച് എന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളെ ഹിപ്നോ അച്ചീവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ഹഗ് തന്നെ ഫുൾ പോസിറ്റിവിറ്റിയാണ്. എൻ്റെ ഫോണിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ പേരും ഈ ഹഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ പേരിന്റെ ലാസ്റ്റും ഹഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇപ്പൊ കുറെ നാളായിട്ട് വരുന്ന എല്ലാ കോളുകളും ഫുള്ള് ഹഗ് ഹഗ് ഹഗ്. മീൻസ് എൻ്റെ മോൻ വരെ ചുമ്മാ ഇത് ഫുള്ള് ഹഗ്ഗാണല്ലോ ഇപ്പൊ വരുന്നത്, ഇതെന്താ സംഭവം? അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഇതിലുള്ള ആൾക്കാർ ഇപ്പൊ മീൻസ് അത്രയും ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ആക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഈവൻ ഇന്നലെ ഞാനും നിഷ മാം എൻ്റെ മെൻറ്ററും കൂടെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിയത് ഏകദേശം 2 മണിക്കാണ്. ഇത്രയും നേരം മീൻസ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ഇന്റർനാഷണൽ നമുക്ക് തന്നിട്ടുള്ളത്. ഈവൻ മുനീർ സാറിന്റെ സൗണ്ട്, മുനീർ സാറിന്റെ ഗോൾ സെറ്റിംഗ്, അതിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോളുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് നെക്സ്റ്റ് 5 വർഷത്തിൽ ഞാൻ എന്താവണം, നെക്സ്റ്റ് എൻ്റെ ഷോർട്ട് ടൈം ഗോൾ എന്താണ്, നാളെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത 1 മാസത്തിൽ ഞാൻ ഏത് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, നെക്സ്റ്റ് 2 വർഷത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി തന്ന ഗോൾ സെറ്റിംഗ് പ്രൊസീജിയറാണ് അനീഷ് സാറിന്റെ. ഞാനത് സാറിന്റെ അടുത്ത് പ്രത്യേകം പോയി പറഞ്ഞു. എന്താ വെച്ചാൽ ഇത്രയും നന്നായിട്ട് മനുഷ്യന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹഗ് എങ്ങനെ ഒരുങ്ങി എന്നുള്ളത്, എങ്ങനെ നിങ്ങൾ ഇത്രയും ഒരു പ്രൊസീജിയർ വാർത്തെടുത്തു എന്നുള്ളതിൽ ഭയങ്കര ഞാനും തന്നെ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷമാണ്. മീൻസ് ഇപ്പൊ ഒരാൾക്ക് പറയും, ഇപ്പൊ ഞാൻ എൻ്റെ മോന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുക അപ്പൊ നിനക്ക് കുറച്ചും കൂടി ബെറ്റർ ആവാം. എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ബെറ്റർ ആവാണെന്ന്. എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ കൂടെ എല്ലാ കാര്യം കൂടെ തുള്ളിച്ചാടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവാറുള്ളൂ. ഞാൻ മാത്രം സന്തോഷിക്കുമ്പോൾ അതെനിക്ക് ഫുൾ മീൻസ് എനിക്ക് അതിലൊരു വലിയൊരു ഇത് കിട്ടാറുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹഗ് ഇന്റർനാഷണലിന്റെ ഈ കോഴ്സ്, ഈവൻ ആ ട്രാൻസ് റൂട്ടീനെ കുറിച്ച് എനിക്ക് ഇതിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ട്രാൻസ് റൂട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ട്രാൻസ് റൂട്ടീൻ ചെയ്ത ദിവസത്തെ എനർജിയും അല്ലാത്ത ഒരു എനർജിയും രണ്ടും രണ്ടാണ്. എന്റെ ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ളത്, ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പഠിച്ചിരുന്നില്ല. എന്താ വെച്ചാൽ ജോലി കിട്ടി, 2 മക്കളായി, വീടായി, കാറായി, മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇവൻ ലൈഫിൽ ഇനി അച്ചീവ്മെന്റ്സ് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായി. ഈവൻ ഇനി ഞങ്ങളെ ഹിപ്നോ അച്ചീവേഴ്സിലെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത് നമ്മുടെ ബഡ്ഡി കോളിലെ ഹംസ സാറും മീൻസ് അശോക് സാറിന്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഓരോ ദിവസം ഇങ്ങനെ വാട്ടിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അശോക് സാർ വെറും ഡോക്ടർ അല്ല, ശരിക്കും പറഞ്ഞാൽ കൊടുവിൽ ഉണ്ണികൃഷ്ണന്റെ മീൻസ് അവരെ ചികിത്സിക്കുന്ന അവരുടെ ഫാമിലി ഡോക്ടർ കൂടിയാണ് അശോക് സാർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അശോക് സാറിന്റെ ഗോൾ മീൻസ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ചിരിയിൽ തന്നെ അറിയാം സാറിന്റെ പോസിറ്റിവിറ്റി കൂടി, സെൽഫ് ടോക്ക് കുറഞ്ഞു. പണ്ട് മൈക്ക കണ്ടാൽ ഓടിയിരുന്ന സാർ ഇപ്പൊ മൈക്കൊക്കെ ഇപ്പൊ ഈ ഓണം പരിപാടിക്കൊക്കെ വേണ്ടി സാറ് വെയിറ്റ് ചെയ്യാണ് മൈക്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ അത്രയും ആക്റ്റീവ് അല്ലാത്ത മീൻസ് ജോലി തിരക്ക് കാരണം കുറച്ച് ആക്റ്റീവ് അല്ലാത്ത 2 മെമ്പേഴ്സ് ആയിരുന്നു, ടോജോ സാറും ജോയൽ സാറും. പക്ഷെ അവർ 2 പേരും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എക്സാം കംപ്ലീറ്റ് ചെയ്തു. ടോജോ സാറിന് ഇപ്പം IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നാലും വന്ന് ഞാൻ പുറകെ നടന്ന് ഓടിച്ചു പിടിച്ചെടുത്ത് എക്സാം എഴുതി ആള് അതും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ജോയൽ സാറും അങ്ങനെ തന്നെ. സാർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, പക്ഷെ ട്രാൻസ് റൂട്ടീൻ കൊണ്ട് മാത്രം ജീവിതത്തിൽ മീൻസ് ചേഞ്ചസ് ഉണ്ടായി എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാളാണ് ജോയൽ സാറ്. ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് രാവിലത്തെ നമ്മുടെ ദിവസം തുടങ്ങുന്നത് മുനീർ സാറിന്റെ സൗണ്ട് എന്നാണ്. ഈവൻ രാത്രി അവസാനിക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുനീർ സാറിന്റെ സൗണ്ടിലാണ്. ശരിക്കും ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തന്ന ഹഗ്ഗിനോടും മുനീർ സാറിനോടും അനീസ് സാറിനോടും
വളരെ നന്ദി. താങ്ക് യു ഹഗ്. ഇല്ല, എന്റെ കുറെ കാലത്തെ ഡ്രീം ആയിരുന്നു ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിക്കണം എന്നുള്ളത്. അതിന് കാരണക്കാരായത് ശരിക്കും ഹഗിന്റെ ആ സിസ്റ്റം ആണ്. എന്റെ ലീഡർ റുക്യ മാം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളിത് കേൾക്കണം, കാരണം നമ്മളെ സമയക്കുറവുണ്ട്. അതിന്റെ ബാക്കി അപ്പം ഞങ്ങൾ ശരിക്കും ഈ ഗ്രൂപ്പിൽ വന്നപ്പം പറഞ്ഞു, ഓരോരുത്തരോടും ചോദിച്ചു എന്തിനാ നമ്മളിവിടെ വന്നത്, നമുക്ക് അച്ചീവ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. അതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പിന് അച്ചീവേഴ്സിന് പേരിടണം. എന്നെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമായിരുന്നു. ഞാൻ രാവിലെ ലേറ്റ് ആയിട്ടാ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അൽഹംദുലില്ലാ ഞാനത് ബ്രേക്ക് ചെയ്തു. അതിന് കണ്ടൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ, ഞാനും റുക്യ മാമും കൂടെ സംസാരിക്കും. സപ്പോസ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 100 രൂപ ജിപേ ചെയ്തു തരും. ഒരു ദിവസം ഞാൻ ജിപേ ചെയ്തു, ഒരു സൺഡേ കിടന്നുറങ്ങി 100 രൂപ ജിപേ ചെയ്തു കൊടുത്തു. കാരണം നമ്മളൊരു പേയ്മെന്റ് നമ്മൾക്കാണ് ശരിക്കും ഓരോ വ്യക്തിയും ഒരു കാര്യം ചെയ്യും, ഒരു ഗോൾ എഴുതുക, ഒരു കാര്യം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വന്തത്തോടാണ് അത് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ ആദ്യം നമ്മളെയാണ് ചീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഉറങ്ങാനും ഇല്ലെങ്കിൽ ആരും അറിയില്ലല്ലോ. ഞാൻ റുക്യ മാമിന് എന്ത് ചെയ്തു, 100 രൂപ ജിപേ ചെയ്തു. പിന്നെ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ഇനി കിട്ടണമെങ്കിൽ കുറച്ച് പുളിക്കും, കാരണം ഇനി ഇതെന്ത് ചെയ്യില്ല, ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ്. ഓരോരുത്തരും നമ്മൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയ ജീവിതത്തിൽ എവിടെയും തളർന്നു പോയില്ല, വിജയിക്കും. അത് ഹഗിന്റെ സിസ്റ്റം കാണിച്ചു തരുന്നുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ 3 ആൾക്കാരുടെ എൻ്റെ ഗ്രൂപ്പിലെ അച്ചീവേഴ്സിന്റെ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാൻ കാരണമായതിന്റെ ഭയങ്കര രസം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഓഗസ്റ്റ് 15 കഴിയുന്നതിന് മുമ്പ് തുടക്കണം എന്ന് വാശി പിടിച്ചത് ശരിക്കും റുക്യ മാം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതിന് പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം, പേര് കണ്ടുപിടിക്കണം, അതൊന്നും കുഴപ്പമില്ല. അവൻ റുക്യ മാമിന്റെ മോന് പോസ്റ്റ് ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ ഫോട്ടോസ് ഒക്കെ എടുക്കണം, വേണ്ട ഉള്ള പോസ്റ്റ് കൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങള് രൂപകൽപ്പന ചെയ്തു. പക്ഷെ ഓഗസ്റ്റ് 15 നമ്മളെ തന്നെ ഹഗിന്റെ തന്നെ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൊണ്ട് 17th മാറ്റി, 17th സക്സസ്ഫുൾ ആയി. നെക്സ്റ്റ് പാരന്റിങ് എടുക്കുന്നുണ്ട് ഇൻഷാല്ലാ 29th. അതൊക്കെ അതിലും കൂടുതലൊരു വലിയ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല. സ്വന്തം എക്സ്പീരിയൻസ് ആണ് എപ്പോഴും നമുക്ക് നമ്മളോടും സമൂഹത്തിനോടും പറയാനുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതാണ് കാണിച്ചത്. അത് എൻ്റെ ഫറൂഖ് സൻസി എൻ്റെ ടീച്ചറാണ് 29 years ആയിട്ട്. അപ്പൊ ആ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇവിടെ റിയാലിറ്റിയിൽ വരികയാണ്. നമ്മളും അത് തന്നെ ചെയ്യേണ്ടത്. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോസ് ദ വേ ആയിരിക്കണം, വഴി അറിയുന്നവനായിരിക്കണം. നമ്മൾക്ക് വഴി അറിയണം, അത് വഴി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം, ആ വഴിയെ നടക്കുന്നവനായിരിക്കണം. അതായത് നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മൾ ആ പ്രവൃത്തി ആദ്യം കാണിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീട്ടിക്കൊണ്ടുവന്നില്ല. എൻ്റെ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എൻ്റെ അച്ചീവേഴ്സിന്റെ കാര്യങ്ങൾ പറയാം. റബീന മാം ആക്ച്വലി മൈക്രോബയോളജിസ്റ്റ് ആണ് ആൾക്ക് ട്രെയിനിങ്ങും പാഷനാണ്, ട്രെയിനിങ്ങും ജോബും ഒന്നിച്ചു കൊണ്ടുപോകണം. ഇപ്പം അതിനുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. യോഗ ചെയ്യുന്ന ആളാണ്, അതിന് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. യോഗ സ്റ്റാർട്ട് ചെയ്തു, അതിലൊരു കൺസിസ്റ്റൻസി വന്നു. അതേ സ്ഥാനത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അത് നിർത്തിയിരുന്നു, അത് വീണ്ടും റീഓപ്പൺ ചെയ്തു. ദെൻ അത് കൺസിസ്റ്റന്റ് ആയി. ഡ്രൈവിംഗ് നിർത്തിയിരുന്നു, ഡ്രൈവിംഗ് റീസ്റ്റാർട്ട് ചെയ്തു. IELTS പോകണമെന്ന് വിചാരിച്ച് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരിക്കും, അതും റീസ്റ്റാർട്ട് ചെയ്തു. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വലിയൊരു ചേഞ്ച് തുറന്ന് കാണിക്കുകയാണ്. അപ്പം അത് എങ്ങനെ ഇത് സംഭവിച്ചു വിത്തിൻ 21 days കൊണ്ട്? അതൊരു സിസ്റ്റം, ഹഗിന്റെ സിസ്റ്റം. മെന്റർ, ലീഡർ, അതായത് വൈസ് ക്യാപ്റ്റൻ, ഗ്രൂപ്പ് കോൾ, ബഡി കോൾ, ദെൻ ട്രാൻസ്, മോർണിംഗ് റൊട്ടീന്, ഇതൊക്കെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അംസു സാർ വിത്തിൻ 1 minute ഐ ഫിനിഷ്. ദെൻ അംസു സാറിൻ്റെതാണ്. അംസു സാറിന്റെ നെഗറ്റീവ് തോട്ടായിരുന്നു എപ്പോഴും, അത് മാറ്റി. വീട്ടിൽ ഭയങ്കര ദേഷ്യമായിരുന്നു, അത് കുറഞ്ഞു. അങ്ങനെ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ സാർ അപ്പം അത് ട്രാൻസിലേക്ക് മാറ്റി പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു. അത് ഇത്രയും പ്രായമുള്ള ഒരാള് അത് തിരിച്ചറിയാന്ന് പറയുമ്പോൾ 21 days ഹഗിന്റെ ഒരു സിസ്റ്റം കൊണ്ടല്ലാതെ അത് നടക്കില്ല എന്നുള്ള ഡാം ഷുവർ ആണ്. അടുത്ത ആള് നമ്മളെ നുസ്രത്ത് മാം ആണ്. പ്രൊക്രാസ്റ്റിനേഷന്റെ ആളായിരുന്നു ആൾക്ക് അത് ചേഞ്ചസ് വന്നു. റീഡിങ് ഹാബിറ്റ് തുടങ്ങി. ഇറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്, എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ട ഒരു സാധനമാണ്. റീഡിങ് ഹാബിറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ആള് ചേഞ്ച് ആയി എന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവർ തിങ്കിങ് പോവും, റീഡിങ് വന്നാൽ ഓവർ തിങ്കിങ് പോവും. ദെൻ ഓൾ ഓഫ് യു ഞങ്ങളുടെ ഇത്രയും ചേഞ്ചസ് നടത്തിയ ഞങ്ങളെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും, അതിലുപരി ഞങ്ങളെ മുനീർ സാറിനും
അനീഷ് സാറിനും ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഹഗ്ഗിനും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. എല്ലാരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഞാനും ഈ ഇവന്റ് കാണാൻ. ഞാനും ഇതേണക്ക് ആദ്യത്തെ ഒരു ടൈമില് എനിക്ക് എന്താണ് എന്താണ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് മാറുന്ന എന്താണെന്ന് ഞാൻ കൂടുതൽ ഐഡന്റിഫൈ ചെയ്തത് ലാസ്റ്റ് മൊമെന്റ്സിലൊക്കെയാണ്. അതേപോലെ ഈ മെന്റർ സ്ഥാനത്തോട്ട് വന്നപ്പം എനിക്ക് ഈ 8 പേരെ തന്നു. 8 പേരോടും ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ലിസണറായി അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരുടെയും പുറകിന് ചെന്നു ഓരോ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് ആദ്യം അശോക് സാർ പറഞ്ഞ, മോളെ എന്നെ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, എന്നെ മാറ്റിയെടുക്കാൻ പാടായിരിക്കും. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പുറകിനുണ്ട്, സാറിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം. അപ്പൊ സാർ പറഞ്ഞാൽ ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ട്രൈ ചെയ്താൽ മതി, അതാണെങ്കിൽ ഞാൻ സാർ പറയുന്ന കണക്കൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഹംസ സാറ് ഓരോരുത്തരെയും ബാക്കിൽ നിന്ന് പുഷ് ചെയ്തതേ ഉള്ളൂ. ഇവര് പിന്നെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് ആണ് എനിക്ക് ഇവര് കാണിച്ചു തന്നതെന്ന് പറയും. നല്ലൊരു മെന്റർ സ്ഥാനം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുത്തു. ഓരോ മീറ്റിങ്ങിനും ഇവരുടെ കൂടെ തന്നെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ ബഡ്ഡീസിന് ഓരോരുത്തരെയും വിളിക്കാൻ സഹായിച്ചു. ഡെയിലി എല്ലാരെയും എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈവൻ രാത്രിയിലായാലും മെസ്സേജ് ഇടുമ്പോൾ അവർക്ക് അതിനുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ റുക്കിയ മാം പറഞ്ഞ കണക്ക് റുക്കിയ മാം എന്ത് രാത്രിയിലായാലും വന്ന് സംസാരിക്കും. പിന്നെ ഞങ്ങൾ വെക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയി പോകും. അത് ഓരോ ഇവരുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആയിരുന്നു പെട്ടെന്ന് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു മീറ്റിംഗിൽ ഇവർക്ക് പെട്ടെന്ന് ഓരോ ഐഡിയാസ് ഉണ്ടാവുന്നു. ആ തോട്ട്സ് അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ റബീന മാം IELTS പോകുന്ന കാര്യം ഇങ്ങനെ ആദ്യം ഒന്ന് ഇതായിട്ട് നിന്നപ്പോ ഞാൻ മാമിനോട് പറഞ്ഞു, മാം മാനിഫെസ്റ്റേഷനിൽ അതും കൂടി എഴുതിക്കോളാൻ പറഞ്ഞു. അഫർമേഷൻ റൈറ്റിംഗിൽ അതും കൂടി എഴുതിക്കോളാൻ പറഞ്ഞു. അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ മാമിന്റെ പ്രൊഫഷനും അതേപോലെ പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു സജഷനും പറഞ്ഞായിരുന്നു. അതെല്ലാരും പെട്ടെന്ന് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ആരും പ്രൊക്കാസ്റ്റിനേഷൻ ഇവിടെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ റെഡിയാണ് അച്ചീവ് ചെയ്യാനും, ഞങ്ങള് ചേഞ്ചസ് ഉണ്ടാക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് നിന്ന് ആരും മാറി നിന്നില്ല എന്നുള്ളതാണ്. ടൈം പീരീഡിന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും എന്നുള്ളതായിരുന്നു ഇവര് ഞാൻ കണ്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഞാനൊരു കവിത പാടിക്കൊണ്ട് തന്നെ തുടങ്ങാം. ഈ നമ്മുടെ ഈ കോഴ്സിനെ പറ്റി പറയാം. ഇത്ര നാളും നുകർന്നതില്ല ഞാൻ ഇത്തരം ഒരു പീയൂഷം, പിന്നെയും അതാ തെന്നലിലൂടെ വന്നിടുന്നു ആനന്ദം. ഇത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു കവിതയാണ്, ആ പൂമാല എന്ന കവിതയാണ്. ഞങ്ങളുടെ വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മികച്ച പോരാളി തന്നെ അശ്വിനാണ്. അശ്വിനെ പറ്റി ഇനി ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഡോക്ടർ രമണി മാം തൻ്റെ അടുത്ത് വരുന്ന രോഗികളെ തന്നെ ഈ പാഠങ്ങൾ ഈ 21 ദിവസത്തെ കോഴ്സ് തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഡോക്ടർ ഇന്ദു മാം, ഡോക്ടർ രേഖ മാം, അവരൊക്കെ ഈ കോഴ്സ് തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പ്രയോഗിക്കാറുണ്ട്. ഇതിൽ മാറ്റം വന്നിരിക്കണ അശ്വിനും, ഏറ്റവും മികച്ച മാറ്റം വന്നിരിക്കണ അശ്വിനും ജിനുശ്രീ മാമിനാണ്. പിന്നെ ജയലാൽ സാറുണ്ട്. ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു യോദ്ധാവിനെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ഞങ്ങളുടെ ജൈത്ര യാത്ര തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ്. ഈ അറിവിന്റെ ഈ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ മികച്ച ഒരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം അശ്വിനാണ്. അശ്വിൻ ഈ ഹിപ്നോ ഫാമിലി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അശ്വിന് ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട്. അത് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടർ രമണി മാം ഇതിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു മികച്ച പോരാളിയായിട്ട് തുടർന്നു വരുന്നു. ഞങ്ങളുടെ ഈ പോരാളികൾ എന്ന നിലയിൽ വിശ്രമം എന്ന വാക്ക് ഞങ്ങളുടെ ഇടയ്ക്കില്ല എന്ന് തന്നെ പറയാം. ജിനുശ്രീ മാമിന് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കവർ ചെയ്യാൻ പറ്റി. അത് വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമുള്ള ജനതയിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അത് ഇപ്പൊ എടുത്തു പറയത്തക്ക ഒരു ഇതാണ്. ഡോക്ടർ രേഖ മാം ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ പോലും ഞങ്ങളോട് ഇതിൻ്റെ അത് സഹകരിച്ച് നിന്നു. ഡോക്ടർ ഇന്ദു മാം ആണെങ്കിൽ പോലും സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് എന്നും സെമിനാറും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒപ്പം ഗ്രൂപ്പിൽ ഒപ്പം നിന്നു. ജയലാൽ സാറാണെങ്കിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം എത്ര തിരക്കുണ്ടായാലും ഞങ്ങളുടെ ബഡ്ഡി കോളിൽ നിന്നു, ഗ്രൂപ്പ് കോളിൽ നിന്നു. നമസ്കാരം. ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ
ഹഗ്ഗിന്റെ ഒരു പാർട്ടാകാൻ സാധിച്ചതിന് ആദ്യമായി ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. ഞാൻ പ്രവാസിയായ ഞാൻ ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നതാണ്. സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയ ഡോക്ടർ ശശിയിൽ നിന്നാണ് ഞാനിത് ഈ ഹഗ് ഇന്റർനാഷണലിനെ കുറിച്ച് കേൾക്കാൻ ഇടയായത്. ഡോക്ടറിന്റെ പേഷ്യന്റ് ആണ് ഞാൻ. ഡോക്ടറിനെ നിർബന്ധപൂർവ്വം ഹഗ്ഗിലേക്ക് വിടുകയാണ് ചെയ്തത്. അനീഷ് സാറിന് നമ്പർ തരികയും അനീഷ് സാറിനെ ഞാൻ വിളിക്കുകയും അനീഷ് സാർ എനിക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്തത്. അതിന് അനീഷ് സാറിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഈ കോഴ്സിലേക്ക് ചേർന്നതിൽ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ എനിക്ക് പറ്റി എനിക്ക് സത്യമായിട്ട് അത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ഫൈബ്രോമാൽജിയ എന്നൊരു കണ്ടീഷൻ എനിക്കുണ്ട്. അത് പെയിനാണ്, അതിന്റെ മെയിൻ സിംറ്റം. അപ്പൊ എനിക്ക് പെയിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്ത് ചെയ്താലും എനിക്ക് പെയിൻ വരും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഉമേഷ് സാറിന്റെ 3rd മാസ്റ്റർ മൈൻഡ് ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ ലൈവ് ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. കാരണം ദിലീപ് സാർ പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇതിനൊന്നും സമയമില്ലായിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്തത് 3rd മാസ്റ്റർ മൈൻഡാണ്, ആ സെഷനാണ്. അതിൽ ഉമേഷ് സാർ എനിക്ക് ആ പെയിൻ എന്ന ആ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു. താങ്ക് യു ഉമേഷ് സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അമ്മ എന്ന നിലയിൽ 0 ആണെന്നൊക്കെ ആയിരുന്നു എന്റെ ചിന്ത. പക്ഷെ എനിക്ക് അമ്മ എന്ന നിലയിൽ ഞാൻ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്തത് അനീഷ് സാറാണ്. അനീഷ് സാർ എന്ന് പറഞ്ഞ അനീഷ് സാറിനെ കാണുമ്പോഴും ആ വാക്കുകൾ കേൾക്കുമ്പോഴും കിട്ടുന്ന ആ മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലാത്തതാണ്. അനീഷ് സാർ ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ എന്ന് തന്നെ പറയണം. പിന്നെ ഉമേഷ് സാറിന്റെ ആ ഓഡിയോസ് കേട്ടോണ്ട് തന്നെ ഞാനിപ്പം എഴുന്നേൽക്കുന്നത് തന്നെ. എനിക്ക് സമയം കിട്ടത്തില്ല, ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് അത് ഫുള്ളൊന്നും കേൾക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ ഞാൻ എന്നും കേൾക്കുന്ന 7 minutes എനർജി ബൂസ്റ്റർ അത് കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ആ സാറിന്റെ ആ വോയിസിന്റെ മോഡുലേഷൻ, താങ്ക് യു ഉമേഷ് സർ ഫോർ ദാറ്റ്. ആൻഡ് സാറിന്റെ ആ വോയിസ് ബോത്ത് ഉണർത്താനും ഉറക്കാനുമുള്ള ആ വോയിസിന്റെ കഴിവ് അത് പ്രശംസനീയമാണ്. അത് വർണ്ണനയ്ക്ക് അതീതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് കുറെ ലിമിറ്റിംഗ് ബിലീഫ് ആണ്. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനാണെങ്കിൽ 15 കൊല്ലമായിട്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൈപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതെന്റെ ജീവിതത്തിലെ ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് മൈൻഡിനെ എനിക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റി. മൈൻഡ് ആൻഡ് ബോഡി കോറിലേറ്റഡ്. എനിക്ക് ആ ഡയബറ്റിസ് ഉണ്ട്. 15 year ആയിട്ട് ഞാൻ ഡയബറ്റിസിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഡയബറ്റിക് റിവേഴ്സൽ എന്നുള്ള ഒരു ഇത് എനിക്ക് ഒരു ഡോക്ടറിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അപ്പൊ എന്റെ ഡയബറ്റിക് റിവേഴ്സ് ചെയ്യാമെന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മൈൻഡിനെ ഞാൻ റീസെറ്റ് ചെയ്തിട്ട് ആ ഡയബറ്റിക് റിവേഴ്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാനിപ്പോ എടുക്കുന്നുണ്ട്. അതായത് എന്റെ ഡയബറ്റിക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതിന് എന്നെ സഹായിച്ചത് ഹഗ് ഈ സെൽഫ് ഹിപ്നോസിസ് എന്ന കോഴ്സാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഒത്തുകൂടാനായിട്ട് ആ നല്ലൊരു കൂട്ടായ്മ സമ്മാനിച്ചത് ഹഗ് ഇന്റർനാഷണൽ ആണ്. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ടും തുടർന്നു കൊണ്ടുപോകും. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള അശ്വിന്റെ മാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരുമായിട്ടും ബഡ്ഡിക്കോള് ചെയ്ത് അശ്വിൻ ഒരു ഹീറോ ആയിട്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തുടങ്ങുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും പോസിറ്റീവ് തിങ്കിങ് വെച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അതെല്ലാം സാധിച്ചത് ഇത് ഹഗ്ഗിന്റെ ഭാഗമായതിൽ മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ മെന്റേഴ്സ് എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഐബി മാമ ഒരുപാട് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. രേഷ്മ മാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. Good evening all.
താങ്ക് യു ഐബി. എനിക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ മെന്റർഷിപ്പ് എടുത്തിട്ട് നമുക്ക് ആ ഗ്രൂപ്പ് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ ഭയങ്കര ഒരു ചലഞ്ചായി. എനിക്കാന്ന് വെച്ചാൽ ഓരോരുത്തരെ വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഷെരീഫ് സാറിന് 2 പേർക്ക് ബഡീസിന് നമുക്ക് സെലക്ട് ചെയ്ത് തന്നേക്കുമല്ലേ, അവരെയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കാൻ പറ്റാത്തതിന്റെ അന്നേരം അവർക്കും അവരുടെ വർക്ക് മുന്നോട്ട് പോകുന്നില്ലല്ലോ. നമ്മ ഓരോരുത്തർക്കും ഒരേ ബഡീസ് ഉണ്ട്, അന്നേരം അവർക്കൊന്ന് കറക്റ്റ് ആയി പോകണമെങ്കിൽ ഫോളോ അപ്പ് വേണമെങ്കിൽ അവരുടെ ബഡി വേണം. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും ബഡ്ഡിയാക്കി കൊടുത്ത് ഇപ്പം ഏറ്റവും വലിയൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ അശ്വിനുണ്ടായ ചേഞ്ചസ്. അശ്വിൻ ആദ്യമൊക്കെ ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിരുന്നു. അശ്വിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പൊ അശ്വിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാ. എല്ലാ ഗ്രൂപ്പിലെ എല്ലാരുമായിട്ടും ബഡ്ഡിക്കോളുണ്ട്. പിന്നെ എല്ലാ ഗ്രൂപ്പുകാരുമായിട്ടും ഭയങ്കര എല്ലാരെക്കാട്ടി നല്ല, എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു ബഡ്ഡിക്കോൾ ചെയ്തതോ എല്ലാരുമായിട്ടും നല്ല ആക്റ്റീവായിട്ട് ഇടപെടാൻ ഇപ്പം അശ്വിന് ഭയങ്കര സന്തോഷം. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആടിന് പിന്നെ ഒരു ഹിപ്നോ ഫാമിലി എന്നും പറഞ്ഞൊരു ഗ്രൂപ്പും കൂടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അശ്വിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തയായിട്ട് നമ്മുടെ ദിലീപ് സാർ ഒരു ഭയങ്കര എഴുത്തുകാരനും കുറച്ചൊരു കവിയുടെ ഒക്കെ ഭയങ്കരമായിട്ട് ഇരുതുണ്ട് സാർ. പക്ഷെ നമുക്ക് കണ്ടാ പറയുന്നത് കർഷകൻ, അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ള ആള്. പിന്നെ ഒരു കാര്യം അറിഞ്ഞത് എന്താ, ഇവന് സിനിമ ഇറക്കണം സാറിന്റെ ഏറ്റവും വലിയൊരു ഗോളാട്ടോ. നമുക്കെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെയും കൂടെ ഒക്കെ സിനിമയുടെ പാർട്ടാക്കണേന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തുവാണെന്ന് അറിയത്തില്ല, അതിനെല്ലാം സാധിക്കട്ടെ സാറിന്. പിന്നെ നമ്മുടെ രമണി മാം ഒരു ഏജ് ഒരു പ്രോബ്ലം അല്ല, ഒരു ചലഞ്ചസ് അല്ല എന്നുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ട് മാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കോൾ ചെയ്യും. എനിക്ക് മാം അത് പറ്റിയില്ല, ഇന്നലെ തന്നെ ഇച്ചിരി യാത്രയിലായിരുന്നു, അപ്പോഴത്തേനും എനിക്ക് 2 ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്താണെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ തിരക്കി. അത്രയ്ക്കും ആക്റ്റീവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇത്രയും ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ രമണി മാം. അതുപോലെ രമണി മാം ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്ദുമാം ഒരുപാട് തിരക്കിനിടയ്ക്കും മാമിന് റിലാക്സ് ആകാൻ പറ്റി. അതുപോലെ പ്രോക്രാസ്റ്റിനേഷൻ എല്ലാം മാറ്റിവെക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി ഒന്നും കൂടെ ആളിന് മുന്നോട്ട് വരാൻ കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള പിന്നെ അടുത്ത നമ്മുടെ ജിനു മാമിനെ കിട്ടത്തേ ഇല്ലായിരുന്നു, വിളിച്ചാൽ കിട്ടാത്ത ആളിപ്പം ഞങ്ങൾ ഓരോ ദിവസവും ജിനു മാമിനെ കാണുമ്പോൾ ഞെട്ടിപ്പോവുക. ജിനു മാമിന് വന്നിരിക്കുന്ന മാറ്റം അത്രയ്ക്ക് നല്ല സ്പിരിറ്റോടെ ആള് മുന്നോട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ജയലാൽ സാറിനെ ഇതുപോലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളുമായിട്ട് നടന്നതാണെങ്കിലും സാർ ഈ 21 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം വിളിച്ചെന്നും പറഞ്ഞ് സാർ ഒരു 2 മണിക്കൂർ ഫോൺ വെക്കുന്നില്ല. സാർ അത്രയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് വെക്കാൻ തോന്നില്ല, നിങ്ങളോട് ഇത്രയും സ്നേഹമെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത് സാർ സംസാരിച്ചിട്ട് സാറിന് ഫോൺ വെക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ് മുന്നോട്ട് വന്ന ആ ഒരു കാഴ്ച, അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. നെക്സ്റ്റ് രേഖാമാമി ഷെരീഫ് സാറിനും അവർക്ക് കുറെ ബിസി ആയത് കാരണം ഇനി അടുത്ത ബാച്ച് ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് കോൾ അശ്വിൻ എന്നും ഗ്രൂപ്പ് കോൾ ഇട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യാൻ എപ്പോഴും പറ്റുന്ന എല്ലാവരുടെയും സൗകര്യം നോക്കി എന്നും ഗ്രൂപ്പ് കോൾ ആയാലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയി അവരെല്ലാം ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കും ഉണ്ട്. കമാൻഡന്റെ ഒക്കെ നല്ല വാക്കുകൾക്ക് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിൽ ഞാൻ മുല്ലനേഴിയുടെ ഒരു കവിത ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നന്മയും തിന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തതാം ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല 21 ദിവസം ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലായി 48 പേരും അതിൻ്റെ കൂടെയുള്ള മെൻറ്റേഴ്സും എല്ലാവരും കൂടി വരുമ്പോൾ നമ്മളൊരു ഫാമിലിയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനെ ചേർത്ത് പിടിച്ച ഇതിൻ്റെ മുനീർ സാറുണ്ട്, അതിൻ്റെ ടീം വർക്കുണ്ട്, ഹഗിൻ്റെ ടീമുണ്ട്, അനിസാറൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എനിക്ക് പറയാവുന്ന സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ഹൃദയം കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എല്ലാവരും ഒരു ചാറ്റ് ബോക്സിൽ ഹൃദയമൊക്കെ കൊടുത്തുകൊണ്ട് ഹഗിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നന്ദി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു പക്ഷേ ഹഗിനെ ഹോപ്പ് യൂണിക്നെസ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന വളരെ ഹമ്പിളായിട്ടുള്ള ഹാപ്പിനെസ് തരുന്ന, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന
അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഗോൾ ഓറിയൻറ്റഡ് ആക്കി കൊടുക്കുന്ന 21 ദിവസം കൊണ്ട് നമ്മുടെ മാറ്റങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്ത ഇതിലും വലിയ മനോഹരമായിട്ട് ഞാൻ പല കോഴ്സുകളും ചേർന്നിട്ടുണ്ട്. പക്ഷേ പറയാതെ വയ്യ, മനോഹരമാക്കി അല്ലേ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മരത്തിൻ്റെ തണലിൽ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മളൊരു തണലായി എപ്പോൾ മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷെ അങ്ങനെ ഒരു തണലായി മാറിയ ഒന്നാണ്, ഒരു തണൽമരമായി മാറിയ ഒന്നാണ് ഹഗിൻ്റെ. ഇതിൽ ഏറ്റവും വലിയ അതിലും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ബഡ്ഡി സ്കൂൾ വിളിച്ചപ്പോൾ നിങ്ങളെല്ലാവരും സ്ക്രീനിലാണ്, നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇരുന്നാണ്, പല സ്ഥലത്തിരുന്നു കൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഹിപ്നോ സർക്കിളിൻ്റെ ഏറ്റവും രാധാകൃഷ്ണൻ സാറിനോട് ഒറ്റം ചേർത്ത് പിടിച്ച മനോജ് സാർ, എൻ്റെ ബഡ്ഡി ആയിട്ടുള്ള മനോജ് സാറ്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ പറയാതെ വയ്യ എന്നുള്ളതാണ്. സാറ് അവിടെ വരികയും നേരിട്ട് കാണുകയും നേരിട്ടെടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടി നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റി. ഒരു പക്ഷേ വേറെ ഒരു ബാച്ചിൽ നടക്കാൻ പറ്റാത്ത അതാണ് മനോജ് സാർ. ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വന്നു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മനോജ് സാറിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സാറ് വൈകിട്ട് 8 മണി 8:30 കിടക്കുന്ന ആളായിരുന്നു നേരത്തെ. മാറിയിട്ടുണ്ടെങ്കിൽ മനോജ് സാറ് മാറിയിട്ടുണ്ട്. മനോജ് സാർ ഹിപ്നോ സർക്കിളിലേക്ക് മനോഹരമായിട്ട് ദേഷ്യം വന്നിരുന്ന ഒരാളാണ്. ആ ദേഷ്യമൊക്കെ മാറി കുറേയും കൂടി ഇതായിട്ടുള്ളത്. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയം മനോജ് സാറിനെ പോലെയുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളെ മനോഹരമാക്കി മാറ്റിയെടുക്കാൻ ഹഗ്ഗിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ സാക്ഷ്യം നമുക്ക് വേറെ എന്ത് വേണം. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം 8 പേരുണ്ട്. 8 പേരിൽ 3 പേര് അധ്യാപകരാണ്, ഒരാൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, ഡോക്ടറുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ഞാനും സാറൊക്കെ കുറച്ച് റിട്ടയർമെൻറ്റ് നിൽക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ അങ്ങനെ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞത്. അത് പറയാതെ വയ്യ, വീണ്ടും പറയാതെ വയ്യ. നന്ദി ആരോട് ചൊല്ലേണ്ടു ഞാൻ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ മെൻറ്റർമാരായിട്ടുള്ള ജയലക്ഷ്മി മാമിനോടും രാജകുമാർ സാറിനോടാണ്. കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ആ കട്ടയ്ക്ക് നിന്നുകൊണ്ട് നേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യം മെസ്സേജ് ഇടുകയും എവിഡൻസ് മറ്റേ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന മെയിൻ മെസ്സേജൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളെ എങ്ങനെ പൊക്കി അപ്ലീറ്റ് എവിടെയെങ്കിലുമൊക്കെ താഴെ കിടക്കണമെങ്കിൽ ഒന്നും കൂടി പൊക്കിയെടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് റിമൈൻഡേഴ്സ് ഒന്നും അഥവാ ഇത് വേറെ ഒരു കോഴ്സിലും വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഫാമിലിയാണ്. ഈ ഫാമിലി, ഈ കുടുംബം നിലനിൽക്കണം, സന്തോഷത്തോടെ നിൽക്കണം തന്നെയാക്കുക. അപ്പോൾ എനിക്ക് വലിയ പ്രത്യേകിച്ച് പറഞ്ഞാൽ മൊത്തത്തിൽ ഗ്രൂപ്പിലുണ്ടായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ബിനുലാൽ സാറിനെ പോലെയുള്ള ഒരു വലിയ തിരക്കുള്ള ഒരാൾ, വീഡിയോയിൽ വരാത്ത ആളുകൾ ഞങ്ങളെ ഗ്രൂപ്പ് മീറ്റിങ്ങിലും മറ്റൊക്കെ വീഡിയോയിൽ വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ ബിനുലാൽ സാറിൻ്റെ മാറ്റം ഭയങ്കര മാറ്റം. ജോബിൻ എന്താ പറയുക, ജോബിൻ ഒരു മിമിക്രി മുനീർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയുക അത് കാണിച്ചിട്ടുള്ള ആ ഹിപ്നോ സർക്കിളിൽ കാണിച്ചിട്ടുള്ള ഒരു ഇത് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരും മറ്റു 2 പേര് സുഷമ മീനൊക്കെ അധ്യാപകരാണ്. കാശ്മീര മാവിനെ പറയാതെ വയ്യ, ഒരു PhDക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു പക്ഷേ വരുന്ന നാളുകളിൽ ഡോക്ടർ ആണ്, ഇനി PhDയും കൂടി എടുക്കുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള ഡോക്ടറേറ്റാണ് കിട്ടുന്നത്. സോ കാശ്മീർ സംസാരിക്കും ഞാൻ കഴിയുമ്പോൾ. പിന്നെ സന പറയാതെ വയ്യ, സെഷൻസ് എടുക്കും, കവിതകൾ ചൊല്ലും. നല്ലൊരു ആർട്ടിസ്റ്റാണ് ശരിക്കും. മനോഹരമായിട്ട് നല്ല കവിതകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. നമ്മുടെ മറ്റ് മെയിൻ ഗ്രൂപ്പിലിട്ടിട്ട് ഇവരും മനോഹരമായിട്ടുള്ള കവിതകൾ ചൊല്ലി പാട്ടുപാട് കേൾക്കുന്ന, സെഷൻസ് കേൾക്കുന്ന, പാഷൻ ഒത്തുപോകുന്ന സനയും മുനീർ സാറൊക്കെ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ മനോഹരം മൾട്ടി ടാലൻറ്റഡ് ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാർമണി എന്ന പേരും വരാൻ സഹായകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പാഷനെയും പർപ്പസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ്. അധ്യാപകരെ 2 പേർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടുതലുള്ള ആരും കൊണ്ട്. പക്ഷെ അവരൊക്കെ അതിൽ ഏറ്റവും വലിയ നമ്മുടെ LMS തുറന്നു തരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒരാൾ വിനു സാറാണ്. ആ വിനു സാറ് പരീക്ഷയിൽ പാസ്സായി 10ൽ 10 മേടിച്ചു എന്നുള്ള ഫൈനൽ എക്സാമിൽ. അപ്പോൾ അങ്ങനെ മനോഹരമായ ആളുകളെ ചേർത്ത് പിടിക്കാൻ, അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്കും നമുക്കൊരു ഈ 10-70 പേരുള്ള ഒരു കൂട്ടായ്മയിൽ ഞാൻ ഒരു ഫാമിലി മെമ്പറായിട്ട് ചേർത്ത് പിടിക്കാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. ഈ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലും വേണ്ടി സപ്പോർട്ടൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു എവിഡൻസ് ഗ്രൂപ്പിലേക്ക് ആ കോൺട്രിബ്യൂഷൻ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ള ഒരു ആദ്യത്തെ 2ാമത്തെ ദിവസം കുറച്ച് പേര് 90% ആളുകൾ ആദ്യത്തെ ദിവസം തന്നെ പൈസ ഒന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഇതിനിടെ പറയാനുള്ളത്, സാറേ പൈസ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നും കൂടി എന്നോട് ഈ സെഷൻ കഴിയുമ്പോൾ എന്നോട് പറയണം. കാരണം അതിൻ്റെ ഒരു പൈസ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറയണമെന്ന് ആലോചിക്കുന്നു. സന്തോഷത്തോടെ ജയലക്ഷ്മി മാമിനോടും രാജകുമാർ സാറിനോടും ഏറ്റവും ആദ്യം നന്ദി പറയേണ്ട അവരോട് 2 പേരോടാണ്. അവരില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളൊന്ന് ഇത്രയും കൂടി ലഭിക്കും. ജോബിനെ പറ്റി വിനു സാറിനെ കുറച്ചും കൂടി ഇതേമാതിരി അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ആ ബഡ്ഡി സിസ്റ്റം, ഹിപ്നോ സർക്കിള്, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും വീണ്ടും എന്താ പറയുക ഗ്രൂപ്പ് തുറന്നു പോകണം. ഹ്യൂമൻ ലൈബ്രറി എന്നുള്ള സങ്കല്പം
ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. തിരക്കുകൾ കഴിയുമ്പോൾ നോക്കിയിട്ട് എന്താ ആഴ്ചയിൽ ഒരു കൂടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഹാർമണി കൊണ്ടുപോകണം, ഹാർമണി എല്ലാവരും തമ്മിൽ ഉണ്ടാവണം, പരസ്പരം ഹാർമണി ഉണ്ടാവണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഗ്രൂപ്പിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് കാശ്മീര പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഒപ്പം ചേർത്ത് പിടിച്ച് അതിൽ മനോഹരമായിട്ടൊരു ഇതുണ്ട്. PP രാമചന്ദ്രൻ്റെ മനോഹരമായ ഒരു കവിത ഉണ്ടല്ലോ, ലളിതം എന്ന കവിത ഉണ്ട്. ആ ലളിതത്തിൽ പറയുന്നുണ്ടല്ലോ, ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു പൂവൽ മാത്രം മതി, ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മാത്രം മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഈ ഹിപ്നോ ബാച്ചിൻ്റെ 3ാമത്തെ കോഴ്സിൽ ചേർന്നത് തന്നെ അത് തന്നെയാണ് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. അത് ഹിപ്നോ സെൽഫ് ഹിപ്നോസിസ് ആണ്, ബാച്ച് 3 ആണ്. താങ്ക് യു. പേരിലൊരു മൊമെന്റിലാണ് ഞാനുള്ളത്. ഹിപ്നോ ഹാർമണി ആ ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്ന എനർജി ഭയങ്കര വലുതാണ്. കാരണം ഞാൻ അങ്ങ് കയറി മിങ്കിൾ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്റെ പിയർ ഗ്രൂപ്പിനോട് മിങ്കിൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്നെക്കാൾ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന ആളുമായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയായി. എനിക്കുണ്ടായ നേട്ടങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിനും ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടായ മാറ്റങ്ങൾ ഇപ്പൊ ഒന്നുകൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ഹിപ്നോ സർക്കിളിലും ടെസ്റ്റിമോണിയൽ വീഡിയോസിലും എല്ലാം നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ മൊമെന്റ് എടുക്കുന്നത്. കാരണം ഇനി ഇങ്ങനെ എന്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആ ഒരു സങ്കടം ആക്ച്വലി ഉണ്ട്. ഞാൻ ഇത്രയും നാൾ സംസാരിച്ചപ്പോഴെല്ലാം ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു നെഞ്ചെടുപ്പോ ഒന്നും ഇല്ലാതെ കൂളായിട്ട് ഞാൻ എപ്പോഴൊക്കെ മൈക്ക് ഓണാക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ സംസാരിച്ച ആളാണ്. പക്ഷെ ഇന്ന് സംസാരിക്കുമ്പോൾ ചെറിയൊരു നെഞ്ചെടുപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി എന്നെ കുറിച്ച് പറയാനും എന്റെ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനും എനിക്കൊരു അവസരം നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യം തന്നെ മെന്റേഴ്സിനെ കുറിച്ച് പറയാം. മെന്റേഴ്സ് ജയലക്ഷ്മി മാം ആണെങ്കിലും രാജ്കുമാർ സാർ ആണെങ്കിലും ആദ്യത്തെ ഒരു 2-3 ദിവസം ഇങ്ങനെ എന്റെയും എന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെയും പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ട്രാക്കിലേക്ക് ഞങ്ങളെല്ലാം കൊണ്ടുവരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അവരുടെ എഫേർട്ട്, ഹക്ക് ടീമിൽ എല്ലാവരും എടുത്ത എഫേർട്ടിനൊപ്പം ഈ 2 ആൾക്കാർ ഞങ്ങളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട് വളരെ വലുതായിരുന്നു. അതുണ്ടാക്കിയ മാറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ ട്രാക്കിലേക്ക് വന്നില്ലെങ്കിൽ ഒരിക്കലും ഒരാളുടെ ലൈഫിൽ ഇത്ര ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരെടുത്ത എഫേർട്ടാണ് ഞാൻ ഇതിൽ ഏറ്റവും വലുതായി കാണുന്നത്. പിന്നെ ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും പരസ്പരം ഞാൻ ആഗ്രഹിച്ചൊരു കമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സർക്കിളിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്നോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റിയും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ബിഹേവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനെ പോസിറ്റീവാക്കി മാറ്റാൻ എൻ്റെ ഈ കമ്മ്യൂണിറ്റി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരു ഹാബിറ്റാറ്റാണ് ശരിക്കും. ഏതൊരു ഓർഗാനിസത്തിനും അതിന്റെ ഫുൾ പൊട്ടൻഷ്യലേക്ക് എത്തണമെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് വേണം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ആ ഒരു ഹാബിറ്റാറ്റാണ് ഈ ഹഗ് ഇന്റർനാഷണൽ ഈ ഹിപ്നോസിന്റെ ഒരു കോഴ്സ് വഴി, ഈ ബഡ്ഡി സിസ്റ്റം വഴി, അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൾ വഴി, നമ്മൾ ഓരോ ഗ്രൂപ്പ് വഴിയും കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ PhD ഞാൻ പണ്ട് 2017 അനിൽ സാറ് ഞാൻ പഠിച്ച കോളേജിൽ ഒരു സെഷൻ എടുക്കാൻ വന്നപ്പോൾ സാറ് ഒരു 5 ഗോൾസ് എഴുതാൻ പറഞ്ഞതിൽ 5ാമത്തെ ഗോളായിരുന്നു PhD. അതിനു മുമ്പുള്ള 4 ഗോളും ഞാൻ അച്ചീവ് ചെയ്തു. എൻ്റെ 5ാമത്തെ ഗോള് ഞാൻ എൻറോൾ ചെയ്ത് നിൽക്കുവാണ്. അടുത്ത മാസം ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ആ ഗോളിലേക്ക് നിൽക്കുക. ആ ഗോളിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായി. കാരണം ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് PhD ചെയ്യുന്നത്. അപ്പൊ എന്നെ ഒരുപാട് പേര് പറഞ്ഞു, ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ഏജിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് PhDക്ക് പോകണോ, പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കിടയിലെല്ലാം ഞാൻ പറഞ്ഞു പറ്റില്ല, അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് എത്ര നേരത്തെ അച്ചീവ് ചെയ്യോ അത്ര നേരത്തെ എനിക്ക് അച്ചീവ് ചെയ്യണം. അതെന്റെ ഗോളാണ്. ആ ഗോൾ എനിക്ക് ഒട്ടും എനിക്ക് നീട്ടിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ. ആ ഇറങ്ങി തിരിച്ച സമയത്ത് എനിക്കൊരു ആ ഒരു ടേണിംഗ് പോയിന്റ്, ഞാൻ വേണമെങ്കിൽ എനിക്ക് വേണ്ടെന്ന് വെക്കാം എന്നൊരു മൊമെന്റിലാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത്. ആ സമയത്ത് ഈ ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള ഒരു വിൽ പവർ എനിക്ക് കിട്ടിയത് ഈ കോഴ്സിൽ നിന്നാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നാണ്. അതിൽ ആ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ജോബിൻ സാറിന്റെ കൺസെപ്റ്റ്, അതൊക്കെ എൻ്റെ മൈൻഡും എനിക്ക് കുറച്ചുകൂടി എൻ്റെ തിങ്കിങ് വൈഡ് ആവാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കൺസെപ്റ്റ് ആയിരുന്നു അത്.
പിന്നെ എന്റെ ബഡീസ് അന മാം ആണെങ്കിലും ഞങ്ങൾ ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷെ സംസാരിക്കുന്ന സമയം ഭയങ്കര ക്വാളിറ്റി ടൈം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ കൾച്ചറും ആളുടെ കൾച്ചറും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് തമ്മിൽ ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം കളിയും ചിരിയും തമാശയും ഒക്കെയാണ്. അതിനകത്ത് അറിവുകളുണ്ട്, എക്സ്പീരിയൻസുകളുണ്ട്, വളരെ കുഞ്ഞു കാര്യങ്ങളും തുടങ്ങി വലിയ കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ക്വാളിറ്റി ടൈം ആയിരുന്നു എനിക്ക് എന്റെ ഗ്രൂപ്പിൽ കിട്ടിയത്. അതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഗ്രൂപ്പ് വളരുന്നത് കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് വളരെ താങ്ക് യു ടു ദ ഹോൾ ഹബ് ടീം. ഇന്നിപ്പോ കാര്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ടൈമിന്റെ ലിമിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നത് മാം മഞ്ജുള മാം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഗോഡ് ഫാദർ ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഗോഡ് ഫാദർ അല്ല, ഗോഡ് മദർ ആണ്. മാം ആണ് ഞങ്ങളെല്ലാവരെയും കൃത്യമായ രീതിയിൽ മുനിസ് സാറിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസ് തരികയും ഞങ്ങളെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് മെയിനായിട്ട് മഞ്ജുള മാമും അതുപോലെ തന്നെ പ്രശാന്തി മാമുമാണ്. പ്രശാന്തി മാമിന് ഇന്ന് എനിക്ക് തോന്നുന്നത് എത്താൻ പറ്റിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പൂമുട്ടായിരുന്നു, അതിപ്പം വിടർന്നു. പൂന്തോട്ടത്തിൽ ആകെപ്പാടെ ഇപ്പം നിലവിൽ ഒരുപാട് സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആ ഒരു 8 അംഗങ്ങളടങ്ങിയ ഗ്രൂപ്പിൽ ഇപ്പം തികച്ചും ഏറ്റവും നല്ല പൂവിൽ നിന്ന് വരുന്ന സുഗന്ധം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല, എങ്കിലും കൃത്യമായ കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെയും പക്വതയോടെയും കൂടെ മഞ്ജുള മാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ബ്രീഫായിട്ട് പറയുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മഞ്ജുള മാമിന്റെയും അതുപോലെ ഞങ്ങളുടെ മുതിർന്നതായിട്ടുള്ള എല്ലാവരും കൂടുതൽ ഈ ഫീൽഡ് സൈക്കോളജിക്കലായിട്ട് അറിയാവുന്ന എല്ലാവരും തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെയധികം ലേണിംഗ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ട്രെയിൻ ചെയ്യാനാണെങ്കിൽ ഞങ്ങളുടെ മെന്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 21 ദിവസത്തെ ഈ ഹിപ്നോസിസ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് ഈ സെൽഫ് ഹിപ്നോസിസ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായത് അക്കമിട്ട് ഓൾറെഡി മാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എനിക്കാണെങ്കിൽ പോലും ട്രാൻസിലോട്ട് വരാൻ പറ്റാതിരുന്നത് എനിക്ക് ഡേ ബൈ ഡേ പ്രാക്ടീസ് കൊണ്ട് ഈസി ആയിട്ട് ട്രാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ കോൺഫിഡൻസ് മാറി പെട്ടെന്ന് തന്നെയാണെങ്കിൽ എന്തും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് മനസ്സിന് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ എന്റെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ അതുപോലെ നേട്ടങ്ങൾ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഹഗ് ഇന്റർനാഷണലിന് ഞങ്ങൾക്ക് തീർത്താ കടപ്പാട് നന്ദിയുണ്ട്. അത് ഈ വേളയിൽ അറിയിക്കുന്നു. അതോടൊപ്പം അനീഷ് സാറിനും ശ്രീദേവി മാമിനും എന്റെ ടീമിനും ഞങ്ങളുടെ ഹിപ്നോ ബ്ലൂംസിന്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം എല്ലാവർക്കും. നല്ലൊരു ഗ്രൂപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അത് തുടങ്ങുന്നത് വെച്ചാൽ നല്ലൊരു ത്രില്ലായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഓരോ ദിവസവും കോഴ്സ് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം സെക്കൻഡ് ബാച്ചിലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു എനിക്ക് സെൽഫായിട്ടും ചേഞ്ച് വന്നത് ലിമിറ്റഡ് ബിലീഫ്സ് ഒരുപാട് മാറ്റം വരുത്തി. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് 4ന്റെ മെന്ററായിട്ട് വന്നപ്പോൾ അതുക്കും മേലെ എന്ന് പറയില്ലേ, അതുപോലെ നല്ലൊരു ബോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മഞ്ജുള മാം ഒക്കെ അനീഷ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ അതേപോലെ കുറച്ചുകൂടി മാഡത്തിന്റെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ് ഞങ്ങൾക്കത് അവിടെ വിശദീകരിച്ച് തന്നിരുന്നത്. പിന്നെ പ്രശാന്തി മാമിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഓരോരുത്തരും ശൈലേഷിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അവരവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിൽ ഓരോരുത്തരും. ഇപ്പൊ സുകന്യ മാമിനൊക്കെ രാത്രിയും ഒക്കെ 10 മണിക്കും ഒക്കെ വർക്കിലാണെന്ന് പറയും, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വരും മീറ്റിങ്ങിന്. ഓരോ ദിവസവും നല്ല എനർജിയോട് കൂടിയിട്ട് പോയിരുന്ന ഒരു ഗ്രൂപ്പാണ്. ഇനിയും ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്തായാലും എല്ലാവരും ഒപ്പം നിൽക്കാം എന്നുള്ള ഒരു പ്ലാന് തന്നെയായിരുന്നു. ഇനി മെന്ററായപ്പോൾ ഉള്ള ഒരു അനുഭവം ഞാൻ പറയാം. IB മാമിന്റെ ആ ഒരു പുഷിങ് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ ചങ്കായിട്ട് നിന്നിട്ടുള്ള രേഷ്മ, ബിഗ് സല്യൂട്ട്, പറയാതെ വയ്യ. ഒപ്പം ഓരോന്നും ശാന്തി മാം എന്ന് പറഞ്ഞാൽ ഇപ്പം അവസാനമായപ്പോൾ എന്നെ ചേച്ചിന്ന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ, പക്ഷെ എന്നെ ചേച്ചിന്ന് വിളിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റുഡൻ്റ് ആയപ്പോൾ ടെസ്റ്റിമോണിയൽ ചെയ്തപ്പോൾ അനീഷ് സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് ശാന്തി മാം നോക്കിയാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ സാറേ ഞാൻ ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ബട്ട് ടെസ്റ്റിമോണിയൽ വീഡിയോ മെന്ററായിട്ട് ചെയ്തപ്പോൾ ഒറ്റ പ്രാവശ്യം കാണാതെ എനിക്ക് പറയാൻ പറ്റി എന്നുള്ളതൊരു വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട്
അതൊക്കെ കൂളായിട്ട് ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റിയൊരു നല്ലൊരു ഗ്രൂപ്പിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള ഒരു എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹഗ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഹഗ് എന്ന് പറയുന്ന പേര് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതൊരു എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഇത് അനീസ് സാറിനും മുനീസ് സാറിനും ഒക്കെ ബിഗ് സല്യൂട്ട് തന്നെ പറയണം. എല്ലാവരും ഇതിൽ ആരും തന്നെ ബാക്കിലോട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പാഷനായിട്ടുള്ള ഡാൻസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഹോബി ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഇതിൽ IB മാമിൻ്റെയും രേഷ്മ മാമിൻ്റെയും എൻ്റെ കൗൺസിലിംഗ് റൂമിലുള്ള എൻ്റെ കൂടെയുള്ള സ്റ്റാഫിന് പോലും നല്ല പരിചയമായി. IB മാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രേഷ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് അവരും കൂടെ പറയാൻ തുടങ്ങി. അവർക്ക് കൂടി നിങ്ങളുടെ സൗണ്ട് നല്ല ഫെമിലിയർ ആയി എന്ന് തന്നെ പറയാം. എന്തായാലും എന്നും ഹഗിന്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെ ഞങ്ങളെ ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടിയിട്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യം തന്നെ ഹിപ്നോസ്കൈയുടെ പേരിൽ നിന്ന് ഞാൻ ഈ വേദിയിൽ ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അനീഷ് മോഹൻ സാറിനും അതുപോലെ തന്നെ മുനീർ സാറിനും വലിയൊരു താങ്ക് യു പറയാണ്. അതേപോലെ തന്നെ ഞങ്ങളെ ഇതുപോലെ ഗൈഡ് ചെയ്തത്, അതുപോലെ തന്നെ ഞങ്ങളെ ഇതുപോലെ മെന്റർ ചെയ്ത ഞങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള രേഖ മാം ആൻഡ് ഷോണിമ മാം, രണ്ടുപേരോടും ഒരു വലിയ താങ്ക് യു. അതുകൂടാതെ ഹിപ്നോസ്കൈയിലെ ഓരോ മെമ്പേഴ്സിനെയും ഈ വേദിയിൽ എത്തിച്ച പ്രപഞ്ച ശക്തിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഹിപ്നോസ്കൈയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഭഗവത്ഗീതയുടെ 6-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ എന്ന് പറയും. ഇതിന്റെ സാരാംശം എന്ന് പറയുന്നത്, നിങ്ങളെ ഉയർത്തുന്നതും നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ താഴ്ത്തുന്നതും നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ബന്ധുവും നിങ്ങൾ തന്നെ, നിങ്ങളുടെ ശത്രുവും നിങ്ങൾ തന്നെ. ഈ ഒരു ശ്ലോകത്തിന് എന്താണ് ഇവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സാരാംശത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം നമ്മുടെ ഉയർത്തുന്നത് മറ്റാരുമല്ല, ഞങ്ങൾ തന്നെയാണെന്നത്. നമ്മൾ താണു പോകുമ്പോഴും നമുക്കറിയാം, അയ്യോ ഞങ്ങൾ താണു പോയല്ലോ എന്നറിയാം. പക്ഷേ നമ്മളെ എപ്പോ ഉയർത്തണം, നമ്മൾ താണു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് താണു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹഗിന്റെ ഈ ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷമാണ്. നമ്മൾ എപ്പോഴാണ് നമ്മളെ ഒന്ന് ഉയർത്തേണ്ടത്, നമ്മളെ ഒന്ന് സ്വയം അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത്, ഏത് വഴിയിലൂടെയാണ് ഞങ്ങളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് മനസ്സിലാക്കി തന്നത് തീർച്ചയായും ഹഗ് ഇന്റർനാഷണലിന്റെ ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് ഹിപ്നോസ്കൈയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് ആദ്യം ഒറ്റക്കാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിപ്നോസ്കൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടല്ല പറയാനുള്ളത്, നമ്മുടെ ഗ്രൂപ്പായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ആ ചേഞ്ചസിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ നമ്മുടെ സന്തോഷ് അച്ഛനെ, നമ്മളെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൂടുതൽ പരിചയം. കാരണം നമ്മൾ അത്രയും ആ സ്കൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് അത്രയും ഒരു ബോണ്ടിങ് ആയിട്ട് വന്നു. അവിടെ ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യാണ്. അച്ഛ. താങ്ക് യു പ്രിയ മാം. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം. സമയം ഒരുപാട് വൈകുന്നുണ്ട്, ഞങ്ങളും അധികം സമയം എടുക്കുന്നില്ല. പ്രിയ മാം പറഞ്ഞതിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളുടെയും പേര് എടുത്ത് പരാമർശിക്കാതെ പൊതുവായി ഞങ്ങൾക്ക് ഉണ്ടായ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത വഴി ഉണ്ടായ ചില നേട്ടങ്ങളെ മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുക. ഒന്ന്, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്, എൻ്റെ ബഡിയാണ് രാധാകൃഷ്ണൻ സാറ്. രാധാകൃഷ്ണൻ സാറിൻ്റെ ഈ ചാമിങ്, ഈ പ്രസന്റ്, ഈ തരത്തിലുള്ള അവതരണം ഒക്കെ ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു മൊത്ത വൈബിന്റെ ഒരു ഏറ്റവും പ്രകടമായ ഉദാഹരണവും അടയാളവും. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇനിയൊന്നും ഒരു വാക്കുകൾ ഞങ്ങൾ പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ അത്രമേൽ സുന്ദരമായ, അത്രമേൽ ചടുലമായ, അത്രമേൽ അനുഗ്രഹീതമായി ഞങ്ങളുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്, ഞങ്ങളുടെ എല്ലാവരുടെയും ജോലിയിടങ്ങളിൽ ഈ കോഴ്സ് ചെലുത്തിയിട്ടുള്ള ചില ശക്തമായ സ്വാധീനങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 4ഓളം പേര് കൗൺസിലർമാരാണ്. അപ്പൊ ആ കൗൺസിലിംഗ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നതിന് ഇത് പ്രയോജനകരമായി. സ്വയം നമുക്ക് ഓരോരുത്തർക്കും
മാറ്റങ്ങളുണ്ടായി, നേട്ടങ്ങളുണ്ടായി എന്നതിന് പകരം നമ്മുടെ അതിൻ്റെ ഒരു ശരിയായ പകർച്ച ചെയ്യുന്നതിനും പകരപ്പെടൽ നടത്തുന്നതിന് ഈ കോഴ്സ് ഗുണകരമായത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായി മാറിയത് ഈ കൗൺസിലിംഗ് മേഖലയിലായിരിക്കുന്നവർക്കാണ്. രാധാകൃഷ്ണൻ സാറൊക്കെ വളരെ ടെൻഷൻ ഉള്ള ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വം കുറെ കൂടി ആർജവമുള്ളതും കുറെ കൂടി ഭംഗിയുള്ളതും പ്രയോജനകരമാകുന്നതിന് തീർച്ചയായിട്ടും ഈ ഇതുവരെയുള്ള നമ്മുടെ 21 ദിവസത്തെ യാത്ര ഗുണകരമായി മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും പിടികൂടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിനെ ഫലപ്രദമായി മറികടക്കാൻ ഈ കോഴ്സ് കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും കാര്യങ്ങൾ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ ഈ കഴിഞ്ഞത് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ വെല്ലുവിളിയെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാനായി എന്നുള്ളതാണ്. അത് ഈ കോഴ്സ് വഴി ലഭ്യമായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, കൃത്യമായ ഗോളുകൾ ഉള്ളവരുമാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ശരിക്കും എഴുതി അല്ലെങ്കിൽ അത് ഒരു പിക്ചർ രൂപേണ അത് കൂടുതൽ ഹൃദ്യസ്ഥമാക്കുകയും അതിന്റെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ധാരണ ലഭിക്കുന്നതും ഈ കോഴ്സ് വഴിയും പ്രത്യേകിച്ച് അനീഷ് സാറിന്റെ ആ സെഷൻ ലഭിച്ചതും കൂടി വഴിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും വ്യക്തിപരമായി ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് കൂടി ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ഹിപ്നോസ്കൈ, ഞങ്ങളുടെ ആകാശം കുറെ കൂടി വിശാലമാകുകയും അതിലേക്ക് ശരിക്കും ചിറകടിച്ചു വരാൻ ഈ കോഴ്സിന്റെ 21 ദിവസത്തെ നാളുകൾ കൂടുതൽ കരുത്ത് പകർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഐശ്വര്യയുടെ പല നിറങ്ങളായിരുന്നു ഞങ്ങളായി ഇതിനകം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ചാരുത ഇനിയും ഒരുപാട് നാൾ ഞങ്ങളുടെ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ തുടർച്ച എന്നുള്ള ഞങ്ങളെല്ലാവരും പ്രിയമാം സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള ഗ്രൂപ്പ് ചേർന്നുള്ള യാത്രയ്ക്കുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും ഞങ്ങളുടെ സൗഹൃദങ്ങളെയൊക്കെ വളരെ സ്വാധീനിച്ച്, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച് ഈ കോഴ്സ് എന്ന് യാഥാർത്ഥ്യത്തോടെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ കോഴ്സിന് നിമിത്തമായ അനീഷ് സാറിനോടും മുനീഷ് സാറിനോടും നിങ്ങളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, സ്നേഹം. മച്ച് സർ. ടീമിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആസ് എ മെന്റർ. ഒരു ടീം ഇത്രയും സ്ട്രോങ് ആയിട്ടും പവർഫുൾ ആയിട്ടും സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ താങ്ക് യു സോ മച്ച്. അപ്പൊ എൻ്റെ ഒരു പെട്ടെന്ന് സമയം കുറഞ്ഞ കാരണം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എനിക്ക് മെന്റർ എന്നുള്ള ഇതിൽ ആദ്യം ഞാൻ എൻ്റെ ടീമിലെ ഓരോരോ ചേഞ്ചസും ഓരോരാളുടെ കോൺഫിഡൻസ് ബിൽഡിങ്, അത് പ്രൊഫഷണലിസം ആയാലും ശരി, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് വൈസ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതിലും ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. പിന്നെ ടീം ആദ്യം ഒന്ന് ട്രാക്കിൽ വന്നതിന് ശേഷം അവർക്ക് വേണ്ടി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു എനിക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നിയത്. ടീം ലീഡർ മീറ്റിംഗ് സെറ്റ് ചെയ്യാണ്, അവർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാണ്, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ് ടീമിന് ഓരോരാളെയും വളർത്തിക്കൊണ്ടുവരാൻ. സാറിന്റെ ആ ഒരു കോൺസെപ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നതും എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. ഓരോരാളെ വളർത്തുന്നതും ഒരാൾക്ക് മനസ്സിലായത് മറ്റുള്ളവർ പകർത്തി കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ടീമിന്റെ ഒരു ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട്. ആ ഒരു ചേഞ്ച് ഫ്രം ദ സ്റ്റാർട്ട്, ആദ്യം ട്രാൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡൗട്ടും കൺഫ്യൂഷൻ എല്ലാം ഉള്ള ആൾക്കാർ ലാസ്റ്റ് ട്രാൻസിനെ ഇനി ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതൊക്കെ ഒരുപാട് എഫേർട്ട് എവറിബഡി ഹാസ് ഡൺ. ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാണുമ്പം ഒരു മെന്റേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പുറത്തിരുന്ന് അതൊരു ആസ്വദിക്കായിരുന്നു. അപ്പൊ ആ ഒരു വലിയൊരു കോൺഫിഡൻസ് ലെവലാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ ഈ കോൺഫിഡൻസ് തന്നതെന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ എന്നെ ആസ് എ മെന്റർ, ഒരു സ്റ്റുഡൻ്റ് എന്ന മെന്റർ എന്നുള്ള യാത്രയിൽ ഈ ഗോൾ സെറ്റിങ്സ് ചെയ്ത് വെച്ചിരുന്ന പല കാര്യങ്ങളും വിട്ടത് ഞാൻ ഇന്ന് ഐ ടുക്ക് സം ഡിസിഷൻസ്. എൻ്റെ ഗോളിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന്. സോ ആ ഒരു കാര്യം കൂടിയും എനിക്ക് നിങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പം അത്രയും ചേഞ്ചസ് എനിക്കും വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാനും ഒരു സ്റ്റുഡൻ്റായി തുടങ്ങിയിട്ട് ഇന്ന് മെന്റർ എന്നുള്ള നിലയിൽ അന്ന് പ്ലാൻ ചെയ്ത് വെച്ച ഗോളിന്റെ ഡിസിഷൻ ഐ മേഡ്
മെയ്ഡ് ഇറ്റ് ടുഡേ. സോ അതിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഹക്ടം ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി.